ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആട്ടയുടെ കവറ്, പിന്നെ പുട്ടുപൊടിയുടെ കവറ്, പിന്നെ അങ്ങനെയുള്ള അരിപ്പൊടി അതിൻ്റെയൊക്കെ കവറും നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഓണക്കിറ്റിലും ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ പാക്കറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതുപോലത്തെ എന്ത് പ്ലാസ്റ്റിക് കവറും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കവർ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന വേസ്റ്റായിട്ട് കളയുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ പിക്സൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലോട്ട് അയച്ചു തരിക. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഗോതമ്പ് പൊടിയുടെ പാക്കറ്റാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ മേളിലത്തെയും താഴത്തെയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പം അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്താണല്ലോ നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കഴുകിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. നീളത്തിലൊരു പീസാണ് കട്ട് ചെയ്യേണ്ടത്. ഞാനിപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 3/4 ഭാഗം വരെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ വെച്ചിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കണം. ഇത് ഞാൻ എൻ്റെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. അപ്പം സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഒരു പേപ്പർ എടുത്തിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് മറ്റേ വൈറ്റ് ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ സ്റ്റിക്കിൽ ചുറ്റി കൊടുക്കാം. നമുക്ക് ഈ സ്റ്റിക്കിന് പകരം ഈർക്കിലിയൊക്കെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ കാണുന്നത് പോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാനത് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഉണ്ടാക്കണം. നമുക്കപ്പോൾ ഒരു 3 എണ്ണം ഉണ്ടാക്കിയാലേ അത് കറക്റ്റ് ഒരു രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഒരു 2-3 ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാൻ രണ്ടാമത്തേതും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിനകത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതും ചുറ്റി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് 3 എണ്ണം ചുറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാൻ 3 എണ്ണം ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം കുറച്ചും കൂടെ നല്ലൊരു ഷേപ്പിൽ നിന്നോളും. അപ്പം ഇതുപോലെ ഒരു 3 എണ്ണം ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് നമുക്ക് ഒന്നെങ്കിൽ ഫ്ലവർ വേസിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഏതെങ്കിലും ബോട്ടിൽ ആർട്ടിനകത്തൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് സിമ്പിളല്ലേ ചെയ്യാനായിട്ട്, എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ അറിയിക്കാവുന്നതാണ്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു ക്രാഫ്റ്റായിട്ട് കാണുന്നവരെ